ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാറാസ് കളക്ഷൻസ്. ഞാൻ ജെസ്സി. ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെല്ലാം അവൈറ്റ് ചെയ്തിരിക്കുന്ന മോസ്റ്റ് അവൈറ്റഡ് വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഏത് വീഡിയോ ആണെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഇന്ന് നമ്മൾ ചിക്കൻ കറിയിൽ അംഗ്രഹ പാറ്റേണിൽ വരുന്ന കുർത്തീസിൻ്റെ വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോസിൽ 38 മുതൽ 46 വരെയുള്ള സൈസസാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് കിട്ടിയ കളറും കിട്ടിയ സൈസസും അത്രയാണുള്ളൂ കേട്ടോ. അല്ലാണ്ട് എല്ലാ കളറിലും എല്ലാ സൈസും ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്ന കളേഴ്സ്, സൈസസ് ഇത് രണ്ടും നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണം 40 പറഞ്ഞിട്ട് ഇത് ഈ കളറിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ വീണ്ടും എന്നോട് മെസ്സേജ് ഇത് 44 കിട്ടുമോ, ഇത് 38 കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് ആവും എൻ്റെ കയ്യിലുണ്ടോയെന്ന്. പിന്നെ ഞാൻ വീണ്ടും അതെടുത്തിട്ട് വീണ്ടും റിപ്പീറ്റായിട്ട് ഞാനത് നോക്കി അങ്ങനെ നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിലുള്ളത് ഞാൻ കറക്റ്റായിട്ട് സൈസ് പറയുന്നുണ്ട്. നിങ്ങൾ ദയവായിട്ട് എൻ്റെ ഈ ഒരു ചെറിയ അഭ്യർത്ഥന ഒന്ന് മാനിച്ചിട്ട് അത് ഒന്ന് കേട്ടിട്ട് ഞാൻ പറയുന്ന സൈസ് ഏതാണ്, അപ്പോൾ ആ സൈസ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അതിനേക്കാളും ഒരു സൈസും കൂടെ കൂട്ടിയെടുക്കുന്നതിൽ വിരോധമില്ലെങ്കിൽ എടുക്കാം. കാരണം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 40 വരുന്ന ഒരു കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ നിങ്ങൾക്ക് ഇത് 38കാർക്ക് വേണമെങ്കിൽ മേടിക്കാം, കുഴപ്പമൊന്നുമില്ല. അത് 38 വാങ്ങിച്ചിട്ട് ഒന്ന് ഇട്ട് നോക്കുക. 40 വാങ്ങിച്ചിട്ട് 38 ഇട്ട് നോക്കി. ചിലപ്പോൾ എവിടെയെങ്കിലും ഞാൻ പറയാറില്ല ചെറിയ ഫിറ്റിംഗ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് സൈസ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഫിറ്റിംഗ് പാകമാവാതെയും വരാം. ചിലർ പറയാറുണ്ട് കൈ ടൈറ്റായി പോയി, ഹിപ്പ് ടൈറ്റായി പോയി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് അവരവരുടെ ഒരു ദേഹത്തിൻ്റെ പ്രകൃതം. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ 44 സൈസാന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നം വരുന്നത് എനിക്ക് ഹിപ്പല്ല പ്രശ്നം. എനിക്ക് പ്രശ്നം വരുന്നത് ഈ ഒരു പോർഷൻ വരുമ്പോൾ എനിക്ക് കുറച്ചൊരു ടൈറ്റ് വരും. 44 എടുത്ത് കഴിയുമ്പോൾ ഇവിടെ എനിക്കൊരു ടൈറ്റ് വരും, അതുപോലെ ഇവിടെയും ചെറുതൊരു ടൈറ്റ് വരും. എന്നാൽ പറഞ്ഞാൽ 44ന് എനിക്ക് ഇവിടെ കുറച്ച് ലൂസ് തന്നെയാണ് വരിക. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ബോഡി ഷേപ്പ് പലരുടെയും പല രീതിയിലാണ്. ചിലർക്ക് കൈക്കായിരിക്കും. എനിക്ക് 44 എടുത്താൽ കൈക്ക് ഒരു പ്രശ്നവും വരില്ല. കാരണം എൻ്റെ ദേഹത്തിനനുസരിച്ച് കൈക്ക് ഒരു വലിയ തടിയൊന്നും ഇല്ലാതെ എനിക്ക് തോന്നുന്നു. കാരണം ചിലർക്ക് കൈക്കായിരിക്കും വണ്ണം കൂടുതൽ. അങ്ങനെ പലർക്കും പല രീതിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കളക്ഷൻസിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നത് വണ്ണം ഞാൻ കാണിക്കുന്നത് 38 ആണ് സൈസ്. ഈ കാണുന്ന ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. നല്ല ഒന്നാന്തരം കളർ ഷെയ്ഡാണ്. അപ്പോൾ ഞാനൊരു കാര്യം ആദ്യം തന്നെ പറയാം. ഈ എല്ലാത്തിൻ്റെയും ഇതിൻ്റെ പാറ്റേൺസ് നമ്മളുടെ വരുന്നത് ഒരേ പാറ്റേണിൽ ഡോബി കോട്ടൺ മെറ്റീരിയൽ വരുന്നത്. ഡോബി കോട്ടൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫൈനസ്റ്റ് ഓഫ് ദ കോട്ടൺ മെറ്റീരിയൽ എന്ന് നമുക്ക് പറയാവുന്ന മെറ്റീരിയലാണ് ഡോബി കോട്ടൺ. അപ്പോൾ അതിനകത്താണ് ഇത് വരുന്നത്. കോട്ടൺ തന്നെ പല രീതിയിലുണ്ടല്ലോ. നമ്മൾ പറയാറില്ലേ മൽ കോട്ടൺ, മൽമൽ കോട്ടൺ, അങ്ങനെ പല തരത്തിലുണ്ട് കേട്ടോ. അപ്പോൾ അത് കോട്ടൺ മിക്സ് ഉണ്ട്. ഇത് അങ്ങനെയൊന്നുമല്ല, കോട്ടൺ തന്നെ ഏറ്റവും നല്ല വെറൈറ്റി അതാണ് ഡോബി കോട്ടൺ. ഒരു കുർത്തി ഞാൻ നന്നായിട്ട് നിവർത്തി നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. ബാക്കി നിങ്ങൾക്ക് എല്ലാം കൂടെ ഞാൻ തന്നെ ഈ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ബോറ്, നിങ്ങൾക്ക് അതിലും ബോറ്. അപ്പോൾ അത് വേണ്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് കുർത്തി ഇതാ നിങ്ങൾ നോക്കിക്കോളൂ. ഇങ്ങനെയാണ് എല്ലാ കുർത്തികളും വരുന്നത്. ഇനി ഇതിനകത്ത് ഡോബി കോട്ടൺ എന്താണെന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം. അറിയാത്തവർക്ക് വേണ്ടി മാത്രം. ഒത്തിരി പേർക്ക് അറിയാം. ഇതാ കണ്ടോ, ഈ ഒരു മെറ്റീരിയലിൽ ഇതൊരു ഒന്നന്തരം ഫൈൻ കോട്ടൺ മെറ്റീരിയലാണ്. ഈ മെറ്റീരിയലിൽ നിങ്ങൾ നോക്കിക്ക്, ഫുൾ ഇതിനകത്തൊരു സെൽഫ് പ്രിൻ്റ് പോകുന്നുണ്ട്. പ്രിൻ്റ് അല്ല, സെൽഫ് വീവിങ് പോകുന്നുണ്ട്. ഇത് മുഴുവൻ വീവിങ് ആണ് കേട്ടോ. ഇതൊരു പ്രിൻ്റ് അല്ല. ഇതാ കണ്ടോ, ഇതൊരു കൈകൊണ്ട് ചെയ്യുന്ന ഒരു വീവിങ് ആണ്. എംബ്രോയിഡറി പോലത്തെ ഒരു വീവിങ് ആണ്. കണ്ടോ, ഇത് ഫുള്ള് ഈ കുർത്തിയിൽ നമ്മൾക്ക് ബാക്ക് ഫ്രണ്ട് അങ്ങേറ്റം ഇങ്ങേറ്റം നമുക്ക് കിട്ടും. അതിനാണ് അത് നല്ല ഫൈനസ്റ്റ് കോട്ടണിൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലിനാണ് നമ്മൾ ഡോബി കോട്ടൺ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പാറ്റേൺ നോക്കിക്കോളൂ. അംഗ്രഹ പാറ്റേൺ ആണ്. മേളിലത്തെ ഒരു ലേസ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നെക്ക് ദാ ഇങ്ങനെ വരും. എന്നിട്ട് ഇതിനകത്ത് നല്ല ചിക്കൻ കാരി വർക്കാണ് വരുന്നത്. കണ്ടോ, സൈഡിൽ കൂടെ ഇങ്ങനെ ഈ വർക്ക് വരും. ഈ സൈഡിൽ കൂടെ ദാ ഇങ്ങനെ വർക്ക് വന്നിട്ട് അത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു വീനക്ക് പോലെ ഇങ്ങനെ വരും. കണ്ടോ, എന്നിട്ട് വന്നിട്ട് ഇതാ ഇവിടെ വരുമ്പോൾ ഇവിടെ നമ്മൾക്കൊരു ഡോറി പോലെ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. അത് കെട്ടിയിടാനായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. പക്ഷേ ഇത് കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും ഇത് ഓപ്പൺ അല്ല, ഇതിവിടെ ക്ലോസ്ഡ് ആണ്. ഇത് അംഗ്രഹ പാറ്റേണിൽ ചെയ്തിരിക്കുന്നത്. ഇതിനാണ് ഈ അംഗ്രഹ പാറ്റേൺ എന്ന് പറയുന്നത്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു വെട്ട് പോലെ ഇങ്ങനെ ഡയഗണലി വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഫുള്ളിങ്ങനെ ഒരു വർക്ക് കൊടുത്തു. ഈ ഒരു പാറ്റേണിനാണ് നമ്മൾ അംഗ്രഹ പാറ്റേൺ. ഇത് നോർത്ത് ഇന്ത്യൻ വേർഡാണ്. അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. അത് നമ്മൾക്ക് ഫുള്ള് ചിക്കൻ കാരി വർക്കിൽ വന്നിരിക്കുന്ന കുർത്തിയാണിത്. കണ്ടോ, ഇങ്ങനെ പോവും. വരുമ്പോഴത്തേക്കും ഇതാ വർക്ക് നിങ്ങൾ നോക്കിക്കോളൂ. ഇത് ഇങ്ങനെ താഴേക്ക് ഈ ഒരു വർക്ക് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ പോയിട്ട് ഏറ്റവും താഴെ വരെ കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് പോകുന്നത്. അത് ആ വർക്കിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ തുമ്പത്ത് കണ്ടോ ഈ ഒരു ലേസ് വർക്കും കൂടെ വരുന്നുണ്ട്. കണ്ടോ, ഈ ഒരു സൈഡിൽ ഒരു ലേസ് വർക്കും കൂടെ വരുന്നുണ്ട്. ഇതിങ്ങനെ താഴെ ഏറ്റവും താഴെ വരെ വന്നിട്ട് ഏറ്റവും താഴെ കണ്ടു. ഇവിടെ എല്ലാം ക്ലോസ്ഡ് ആണ് കേട്ടോ. ഇതൊന്നും ഓപ്പൺ അല്ല. ഇതിനൊരു ഓപ്പണിംഗ് വരുന്നുണ്ട്. അത് ഈ ഒരു അംഗ്രഹ പാറ്റേണിൻ്റെ ഏറ്റവും താഴെ പോർഷൻ വരുമ്പോൾ കണ്ടോ,
നോക്കിക്കേ നിങ്ങൾ, ഇവിടെ വരുമ്പോഴാണ് ഇതിനൊരു ഓപ്പണിങ് വരുന്നത്. അപ്പോൾ ഇത് ഇത്രയൊന്നും ഓപ്പൺ ചെയ്ത് പോയാലും ഒന്നും പറ്റില്ല, കാരണം ഇത്രയും ഇതിന് ഓപ്പണിംഗ് ഉള്ളൂ. ഇതിൻ്റെ നീളം നമുക്ക് 47 നീളവും കിട്ടും കേട്ടോ. നല്ല ലെങ്തിലാണ് ഈ കുർത്തി ചെയ്തിരിക്കുന്നത്. അപ്പം ഇതുപോലെയാണ് ഈ കുർത്തിയുടെ പാറ്റേൺ. താഴെ വരെ നമുക്ക് ഈ ഒരു സെയിം ചിക്കൻ കാരി വർക്ക് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോയിരിക്കുകയാണ്. എന്നിട്ട് താഴെ ഒരു സ്ലിറ്റും കൊടുത്തിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഇത് കൂടാതെ സ്ലിറ്റ് ഉണ്ട്, കണ്ട സ്ലിറ്റും ഉണ്ട്. ആ സ്ലിറ്റിൽ ഇതാ വേറൊരു വർക്കും കൊടുത്തിട്ടുണ്ട്, കണ്ടോ സ്ലിറ്റിൽ വരുന്ന വർക്ക് കണ്ടോ. ഇതാ ഇങ്ങനെ ഒരു വർക്ക് സ്ലിറ്റിൽ താഴെ വരെ കൊടുത്തിട്ടുണ്ട്. സൈഡ് സ്ലിറ്റഡ് ആണ് കുർത്തി കേട്ടോ. പാകത്തിന് കട്ടിയുള്ള മെറ്റീരിയലാണിത്. ഇതാ ഞാനിപ്പോൾ ഹാൻഡ് ഉള്ളിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ ഉള്ള കട്ടി മെറ്റീരിയലിനുണ്ട്, അല്ലാതെ ഇത് സീ ത്രൂ അല്ല. ഇനി ഇതാണ് ഇപ്പോൾ നെക്ക് വർക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ സൈഡിൽ വർക്കുകൾ വരുന്നത് ഇതാ നിങ്ങൾ നോക്കിക്കോളൂ. ഇതാ ഇതുപോലെ വർക്ക് വരും കണ്ടോ. സൈഡിൽ ഫുൾ വർക്ക് വരുന്നുണ്ട്, വലിയ വർക്ക് മോൾ ഭാഗം മുതൽ വലിയ വർക്കും ചെറിയ വർക്കും. ഇതിനകത്തൊരു സെൽഫ് വർക്ക് ഉണ്ടല്ലോ ഫുള്ളി, അത് ഈ മെറ്റീരിയലിൽ തന്നെയുണ്ട്. അത് കൂടാതെ അത് നിങ്ങൾക്ക് കാണാമല്ലോ, ഞാൻ ആദ്യം തന്നെ കാണിച്ചു തന്നില്ല. ആ സെൽഫ് വർക്ക് ഇതിനകത്ത് ഫുള്ളുണ്ട്. അത് കൂടാതെ സെൽഫ് വർക്ക് കണ്ടുകൂടെ, അത് കൂടാതെ ഉള്ള വർക്കാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളുടെ ചിക്കൻ കാരിയുടെ വർക്ക് ഇതാ ഇങ്ങനെ പോകുന്നുണ്ട്, വലുതും ചെറുതുമായ വർക്ക് ഇതാ താഴെ വരെയും ഇതാ ഇങ്ങനെ പോകും. അത് രണ്ട് സൈഡിലും നമുക്ക് കിട്ടും കേട്ടോ. അതുകൂടാതെ നടുക്കുള്ള പോർഷനിൽ ഇനി ഇതിൻ്റെ സ്ലീവിലേക്ക് വരുമ്പം ഇതാ ഇതിൻ്റെ ആംപിട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ വർക്ക് ഇതാണ്. അതുകൂടാതെ ഹാൻഡ്സിലും ഒക്കെ നിങ്ങൾ സ്ലീവിലൊക്കെ നോക്കിക്കേ കണ്ടോ, നല്ല ചെറിയ ചെറിയ ഈ വർക്ക് കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത് ഡോബി കോട്ടൺ എന്ന് പറയുന്ന മെറ്റീരിയലാണെന്ന് പറഞ്ഞത്. ഇനി ഇതിൻ്റെ സ്ലീവിൽ നമുക്ക് നല്ല വലിയ ഒരു വർക്ക് കിട്ടും കേട്ടോ. ഇതാ ചിക്കൻ കറിയുടെ ഒരു വലിയ വർക്ക് നമുക്ക് ഇതാ ഈ സ്ലീവിൽ കിട്ടും. ഇതാണ് ആ വർക്ക് കണ്ടോ, ഇങ്ങനെ ഒരു വലിയ വർക്ക് കിട്ടും. എന്നിട്ട് താഴേക്ക് വരുമ്പം വീണ്ടും സ്ലീവിൻ്റെ എൻഡ് ചെയ്തിരിക്കുന്നതും അതുപോലെ നല്ല ഹെവി വർക്ക് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഹെവി വർക്കിൽ സ്ലീവ് എൻഡ് ചെയ്തിട്ട് ഈ ഒരു കണ്ടോ ലേസ് വർക്കും കൂടെ, നല്ലൊരു ക്രോഷ്യയുടെ ലേസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളുടെ കുർത്തി ചെയ്തിരിക്കുന്നത്. ഇനി ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. ആ ഡോബി കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സെൽഫ് വർക്ക് ഇതിനകത്ത് ഫുൾ പോകുന്നത് കൂടാതെ ഇവിടെ വലിയൊരു ചിക്കൻ കറി വർക്കും കൂടെ നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, ഇതിവിടെ ടൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇത് ടൈ ചെയ്തില്ലെങ്കിൽ ഓപ്പണായി പോകുമെന്ന് ആരും വിചാരിക്കേണ്ട. ഈ ഭാഗം ഇവിടെ ക്ലോസ്ഡ് ആണ്. ഇത് ടൈയിങ് ഇതൊരു അങ്കരക്കയുടെ പാറ്റേൺ ആയതുകൊണ്ട് ടൈ ചെയ്യാൻ ഇങ്ങനെ രണ്ടെണ്ണം കൊടുത്തിട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഇപ്പോൾ സൈസ് ഞാൻ കാണിക്കുന്നത് 38 ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കുർത്തി എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി. ഇനി ഞാൻ ഈ കുർത്തികളുടെ കളറുകൾ മാത്രമേ കാണിക്കുകയുള്ളൂ. എല്ലാ കുർത്തിയും കൂടെ നമുക്ക് നിവർത്തേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം സെയിം ആണ്, ഒരു വ്യത്യാസം പോലും ഒന്നിനുമില്ല. ഒരു പ്രിൻറ്റിലോ ഒരു ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ ഒരു ഡിസൈനിലോ ഒരു പാറ്റേണിലോ ഈ വർക്കെല്ലാം സെയിം ആണ് എല്ലാത്തിലും. ഇങ്ങനെയാണ് വരുന്നത്. 1100 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിപ്പം ഞാൻ കാണിച്ചത് 38 ആണ് സൈസ്. ഇതിൻ്റെ നമ്മളുടെ കയ്യിൽ സൈസസ് ഉള്ളത് 38 ഉണ്ട്, 44 ഉണ്ട്, 46 ഉണ്ട്. സെയിം ആണ് കളർ കേട്ടോ. അപ്പം ഈ 44 ഒക്കെ ഉള്ളവർക്ക് 42 വാങ്ങിക്കാം, 46കാർക്ക് 46 ഒബ്വിയസ്ലി വാങ്ങിക്കാം, 44കാർക്കും വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. അതൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വരില്ല. അതിൻ്റെ 40 സൈസും ഉണ്ട് കേട്ടോ, 40 ഉണ്ട് സൈസ്. അപ്പോൾ 38, 40, 44, 46, 42 ആണ് ഇല്ലാത്തത് കേട്ടോ. ഇനി 38-ൽ വേറൊരു കളർ ഇതാണ്. ഇത് കുറച്ചധികം ഡീപ്പായിട്ടാണ് ഈ യെല്ലോ വരുന്നത്. ഇതിന് ഇത്ര ഡീപ്പൊന്നും അല്ല കേട്ടോ. ഇതൊരു പാകത്തിനുള്ള എന്തായാലും ലെമണല്ലോ ഭയങ്കര ഡാർക്കായിട്ട് വന്നാൽ എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. അല്ലാതെ ഈ കാണുന്ന ഒരു യെല്ലോ അല്ല ഇത്. അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട, നല്ല ഒരു യെല്ലോയി ഷെയ്ഡാണ്. ഞാനതൊന്നും ലെമണല്ലോയുടെ നല്ല ഡാർക്ക് കളറാണ് കേട്ടോ വരുന്നത്. ബാക്കി വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാം ഒരുപോലെയാണ്. 38 ആണ് സൈസ്. നിങ്ങൾക്ക് നീളം കാണാൻ ഇത്രയും നീളം വരും. അതായത് ഒരു 47-ലും കൂടുതലാണ് നിങ്ങൾക്ക് നീളം കിട്ടുന്നത് കണ്ടോ. ഇത്രയും നീളം കിട്ടുന്നുണ്ട്. കളറ് ലെമൺ യെല്ലോയുടെ ഡാർക്ക് ആണെന്ന് വിചാരിച്ചിട്ട്, ലെമൺ യെല്ലോ നല്ല ഡാർക്കായിട്ടിരുന്നാൽ എങ്ങനെ ഇരിക്കും, അതാണ് കളറെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വാങ്ങിച്ചോളണം. ഈ വീഡിയോയിൽ കാണുന്ന കളറല്ല, അടിപൊളി ഒന്നാന്തരം കളറാണ് കേട്ടോ.
38 ആണ് സൈസ്. 40യുടെ ഒരു കളർ നമ്മളുടെ കയ്യിലുണ്ട്. ഇതാണ്. ഇത് കുറച്ചും കൂടെ എന്നാ പറയേണ്ടത്, ഒരു ഗ്രീനിഷ് ബ്ലൂ എന്ന് നമ്മൾ പറയില്ല, ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്നിട്ടൊരു കളറില്ലേ, അങ്ങനത്തെ ഒരു കളറിൽ വരുന്നതാണ്. 40 ആണ് സൈസ്. ഇതിൻ്റെ 40ലും 42ലും വരുന്നുണ്ട് കേട്ടോ. 40 ഉണ്ട്, 42 ഉണ്ട്. ഇതിൻ്റെ കളറ് എന്താ ഞാൻ പറയേണ്ടത്, ഈ ഒരു ശരി നിങ്ങൾക്കിപ്പോൾ ഇതൊക്കെ കളർ മാത്രം നോക്കി വാങ്ങിച്ചാൽ മതി. ബാക്കി പാറ്റേണൊക്കെ എല്ലാത്തിൻ്റെ സെയിം ആണ് കേട്ടോ. അതാ ഇതിൻ്റെ നമ്മുടെ കയ്യിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഞാൻ കാണിച്ചത് 40 ആണ്. 40യും 42 നമ്മളുടെ കയ്യിൽ സൈസ് ഉണ്ട്. ഇനി 40യിൽ വരുന്നത് വേറൊരു കളർ, ഇതാണ്. ലാവൻഡറിൽ വരുന്നതാണ്. 40 ആണ് സൈസ്. കണ്ടോ, കളർ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ കുർത്തി മുഴുവനും നിവർത്തുന്നില്ല കേട്ടോ. ഡാർക്ക് ലാവൻഡർ ആണ് കേട്ടോ. ഇതിൻ്റെ കളർ വരുന്നത് ലൈറ്റ് അല്ല, ഡാർക്ക് ലാവൻഡറിൽ വരുന്ന കുർത്തിയാണ്. ഇതാണ് കളർ വരുന്നത്. ഈ കളർ ഇഷ്ടമുള്ളവർക്ക് ഇത് വാങ്ങിക്കാം. എന്താ ഇതിൻ്റെ നമ്മളുടെ കയ്യിൽ ഇപ്പം ഞാൻ കാണിച്ച സൈസ് എന്ന് പറയുന്നത് ഇപ്പം 40 ആണ്. അതിൻ്റെ 40, 44, 46, 40 ഉണ്ട്, 44 ഉണ്ട്, 46 ഉണ്ട്. 44 ഉള്ളതുകൊണ്ട് 42കാർക്കും ഇത് വാങ്ങിക്കാം കേട്ടോ. 40 ഞാൻ കാണിച്ചത് കൊണ്ട് അത് വേണമെങ്കിൽ 38കാർക്കും വാങ്ങിക്കാം. എന്ന് നോക്കിയാൽ നല്ല ഡാർക്ക് റാണി പിങ്കിൽ വരുന്ന ഒരു കളറാണ്. 42 ആണ് സൈസ്. അടിപൊളി കുർത്തിയാണ് കേട്ടോ. ഇത് നമുക്ക് ഈ ഡാർക്ക് റാണി പിങ്കിൽ വരുമ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ഇതിൻ്റെ ലേസ് നമുക്ക് കുറച്ച് ലൈറ്റിൽ കൊടുത്തിട്ട് റാണി പിങ്കിൽ ഇങ്ങനത്തെ ഒരു വർക്കാണ് വരുന്നത്. കണ്ട, ഇത് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയാണ് ഈ കുർത്തി കാണാൻ കേട്ടോ. കുറച്ച് ഡാർക്ക് കളറിൽ 42 ആണ്. ഒറ്റ സൈസേ ഉള്ളൂ കേട്ടോ. ഇത് 42കാർക്ക് വാങ്ങിക്കാം, 40കാർക്ക് വാങ്ങിക്കാം. ഇത് സ്ലീവിൽ വരുന്ന വലിയ വർക്കാണ് ഈ കാണുന്നത്. ഇത് സ്ലീവിൻ്റെ എൻഡാണ് കാണുന്നത്. സൈസ് നമ്മളുടെ കയ്യിൽ 42 മാത്രമേ ഉള്ളൂ. എല്ലാ കുർത്തികളുടെയും റേറ്റ് വരുന്നത് 1100, 1100 രൂപയാണ് എല്ലാ കുർത്തികളുടെയും റേറ്റ് കേട്ടോ. അങ്കരക്ക പാറ്റേണിലെ കുർത്തികൾക്ക് എല്ലാത്തിനും 1100 റേറ്റ് വരുന്നത്. ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ. ഇതൊരു ലൈറ്റ് ലാവൻഡർ ആണ്. ഇതാണ് നമ്മളുടെ ലാസ്റ്റ് സൈസ് എന്നുള്ളത്. ലൈറ്റ് ലാവൻഡറിലാണ് വരുന്നത്. ഇങ്ങനെ വരും. നെക്ക് പോർഷൻ ഉണ്ടായി ഇങ്ങനെ വരും. സ്ലീവിൽ വരുന്ന വർക്ക്, ആംപിറ്റിൽ വരുന്ന വർക്ക് എല്ലാം ഉണ്ട് കേട്ടോ. അത് സ്ലീവ് എൻഡ്.
ബാക്ക് സൈഡിൽ വരുന്നവർക്ക്, സ്ലീവിൽ വരുന്നവർക്ക്, സ്ലീവിൻ്റെ വരുന്നവർക്ക് എല്ലാത്തിൻ്റെയും ലെങ്ത് നമുക്ക് 47 ഈസി ആയിട്ട് കിട്ടും കേട്ടോ. ഏറ്റവും താഴെ എത്താൻ പാകത്തിനാണ് ഇപ്പോൾ എനിക്ക് തന്നെ നിൽക്കുന്നത്. അത്രയ്ക്ക് നല്ല ലെങ്തിലാണ് ഈ കുർത്തി വരുന്നത് കേട്ടോ. എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് 1100 ആണ്. ഇതിപ്പോൾ ഞാൻ 40 ആണ് കാണിച്ചത്. കളറിൻ്റെ 40 നമ്മളുടെ കയ്യിലുണ്ട്, അതാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇത് കൂടാതെ 42 ഉണ്ട്, 44 ഉണ്ട് കേട്ടോ. 40, 42, 44. ഇപ്പോൾ ഇത് 40 ഉള്ളത് കൊണ്ട് 38കാർക്ക് വാങ്ങിക്കാം. മറ്റേതൊക്കെ അതുപോലെ തന്നെ 42 ഉണ്ട്, അപ്പോൾ അത് 40ക്ക് വാങ്ങിക്കാം. 44 ഉള്ളത് കൊണ്ട് 42ന് വാങ്ങിക്കാം. 42 ഓൾറെഡി ഉണ്ട്. 40, 42, 44 ഇത്രയാണ് സൈസസ് ഉള്ളത് കേട്ടോ. ചിലപ്പോൾ അത് ഒന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ ചോദിക്കുമ്പോൾ 42കാർ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അത് 44 ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാം. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ്. ഇത്രയാണ് നമ്മളുടെ കയ്യിൽ അംഗ്രഖ പാറ്റേണിൻ്റെ കുർത്തികൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. അപ്പം ഇനിയും നിങ്ങൾക്ക് ഇത്തരമൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഇനിയും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്.